അച്ഛനെ അമ്മ ഇന്നലെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അവനങ്ങനൊന്നും ജീവിക്കാൻ സമ്മതിക്കത്തില്ല, അവന് ഭ്രാന്താണെന്നുള്ള ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോ ഞങ്ങൾ പുറത്തു വിടും. സത്യം പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, ജാസ്മിൻ്റെ അപ്പൻ നിന്നെ ഇടിക്കാതെ വിട്ടെന്ന് കരുതണ്ട, നിന്റെ ഈ ഫോട്ടോസിൽ കാണുന്നവരെ ജാസ്മിനും ഫാമിലിയും ചവിട്ടിക്കൂട്ടും. ജാസ്മിൻ എന്ന വ്യക്തിയുടെ അച്ഛന് പ്രശ്നം വന്നപ്പോൾ അവര് തന്നെ ഫോൺ വിളിച്ച് സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരേ ഷോയിൽ രണ്ട് വ്യക്തികൾക്ക് രണ്ട് നീതിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ അച്ഛന് ഹാർട്ട് സംബന്ധമായിട്ട് പ്രോബ്ലം ആയി. ആ കാര്യം ചേട്ടനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ കൊച്ചിയിലാണ്, ട്രിവാൻഡ്രത്തോട്ടോ. ഞാൻ എന്ത് കാര്യം ചോദിച്ചു, എന്താ പ്രശ്നം പറ. ഇവര് കാര്യം വരുന്നില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ. ഡിവോഴ്സ് ഞങ്ങൾ പിരിഞ്ഞു, നമ്മൾ കോമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ട് കുട്ടി പോയി. ഞങ്ങൾ പിരിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കുട്ടിയെ പരിചയപ്പെടുന്നത്. ഒരു ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി, അവള് പിന്നെ തിരിച്ചു വന്നില്ല. പിന്നെ ഗ്രാജുവലി ഞങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് വീഴുകയും അങ്ങനെ പോയതാണ്. മോനെ പറ്റി ആലോചിക്കുമ്പോൾ മോനെ ഞാൻ കണ്ടിരുന്നു 2021 ഏപ്രിലാണ് അവസാനമായിട്ട് കാണുന്നത്. പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല, കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ നടന്നിട്ടില്ല. എൻ്റെ മോളുടെ ടീമിൽ നിന്ന് വലിയ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു. അഖിലേട്ടനെ വിളിച്ച് പറയുന്നുണ്ട്, അവന് ഭ്രാന്താണ്, അവൻ്റെ വീഡിയോ ഞങ്ങൾ പുറത്തു വിടും, അവൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. Can you please ask him to stop talking in the public? Let me complete this show. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. ഇതുമായി കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛന് ഇഷ്യൂ ആയിട്ട് ഹാർട്ട് സംബന്ധമായിട്ട് പ്രോബ്ലം ആയിട്ട് ഹോസ്പിറ്റലിലായി എന്ന് പറയുന്നു. ആ കാര്യം ചേട്ടനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പുറത്തിറങ്ങി എയർപോർട്ടിൽ വെച്ചും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. എൻ്റെ ചേട്ടനും കസിൻസൊക്കെ കാറിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? പക്ഷെ എന്ത് നീ വീട്ടിലോട്ട് വരും? ഞാൻ പറയാം, എന്ത് കാര്യം എന്ത്? അപ്പം നീ പെട്ടെന്ന് വണ്ടി കയറി വീട്ടിലോട്ടോ. ഞാൻ കൊച്ചിയിലാണ്, ട്രിവാൻഡ്രത്തോട്ടോ. ഞാൻ എന്ത് കാര്യം ചോദിച്ചു, എന്താ പ്രശ്നം പറ. ഇവർ കാര്യം വരുന്നില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ. പക്ഷേ അതേ ഷോയിൽ തന്നെ ജാസ്മിൻ എന്ന വ്യക്തിയുടെ അച്ഛന് പ്രശ്നം വന്നപ്പോൾ ഡയറക്റ്റ് അവർ തന്നെ കോൾ വിളിച്ച് സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരേ ഷോയിൽ രണ്ട് വ്യക്തികൾക്ക് രണ്ട് നീതിയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ജനങ്ങൾക്ക് അങ്ങനെ തോന്നട്ടെ. ഒരേ വിഷയം തന്നെയല്ലേ ഉണ്ടായത്. അതെ, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഇപ്പം എങ്ങനെയുണ്ട് അച്ഛൻ? ഓക്കെയാണോ? അച്ഛൻ ഓക്കെ എന്നുവെച്ചാൽ പുള്ളി റെസ്റ്റിലാണ്. പുള്ളിക്ക് 6-ാം തീയതി, അതായത് ജൂൺ 6-ാം തീയതി സർജറി ഉണ്ട്. SCT ഹോസ്പിറ്റലിലാണ്, സർജറിയാണ്. അപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പേരൻസിന് ഒരു കാര്യം പറയാനായിട്ട് ഉണ്ടാവും. എൻ്റെ അച്ഛനെ അമ്മ ഇന്നലെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആരെന്നറിയില്ല, നമ്പർ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ കണ്ടുപിടിക്കും. അവൻ ഈ പറഞ്ഞ ക്യാമറയുടെ മുമ്പിൽ പോയിരുന്ന ഷോയിനെ കുറിച്ചും മറ്റേതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വെളിയിലൊരു ഭാവിയില്ലേ, അവൻ ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്നതല്ലേ, അവൻ അങ്ങനെയൊന്നും ജീവിക്കാൻ സമ്മതിക്കത്തില്ല, അവന് ഭ്രാന്താണെന്നുള്ള ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോ ഞങ്ങൾ പുറത്തു വിടും എന്ന് പറഞ്ഞൊരു നമ്പറിന്ന് എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ നമ്പറിൽ കോൾ ചെയ്യും. ഇന്നലെ രാത്രിയാണ് വിളിച്ചത്. അത് ഞാനും ജാസ്മിൻ്റെ ഫാദറായിട്ടുള്ള ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ വന്നതിന് ശേഷം ആണ് കോൾ വരുന്നത്. അതെ, അതിന് ശേഷമാണ്. അതെ, ഭീഷണി കോളുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എൻ്റെ മോളുടെ ടീമിൽ നിന്ന് ഡയറക്റ്റ് എൻ്റെ മോൾ ഷൈനിൻ്റെ എന്താ പറയുക, വലിയ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. ഫ്രണ്ട്സിനെ വിളിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അഖിലേട്ടനെ വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അഖിലേട്ടൻ പറയും. അഖിലേട്ടനെ വിളിച്ച് പറയുന്നുണ്ട്, അവന് ഭ്രാന്താണ്, അവൻ്റെ വീഡിയോ ഞങ്ങൾ പുറത്തു വിടും, അവൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്നാൽ അഖിലേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അഖിലേട്ടൻ്റെ സുഹൃത്തുക്കൾ വഴി അറിയിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നുണ്ട്. എന്ത് ബേസിസിലെ കംപ്ലൈൻറ്റ് കൊടുക്കും നമ്മൾ? ഇത് ത്രെറ്റനിങ് കോളല്ലോ, കൊല്ലും പെട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാം. ഇതല്ല, ഭ്രാന്തനെന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ഇടും പുറത്ത്. ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന പറഞ്ഞു, ഏത് ഡോക്ടർ? എന്നെ നേരിട്ട് കാണാത്ത ഏത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരാൻ? അപ്പം ഇവിടുന്ന് ഷോയിൻ്റെ ഉള്ളിൽ എന്തായാലും നിന്ന സമയത്ത് നല്ലൊരു ഇമ്പാക്റ്റാണ് പുറത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഷോ ചേഞ്ച് ചെയ്തത് വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ്. അപ്പം അതുവരെയുള്ള ആ ഒരു നിന്ന സമയത്തെ ആ ഒരു ഷോയ്ക്കുള്ളിലുള്ള കാര്യങ്ങളെ പറ്റി നല്ല കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. ഷോയിൽ എന്താ പറയുക, മോശക്കാര്യം. ഷോ നല്ല ഷോ. നമ്മളകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഗെയിം പ്ലാൻ ചെയ്യുന്നു, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നു അതിനകത്ത്. ഇപ്പം എന്താ പറയുക, പവർ റൂമിന് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അപ്പോൾ അത് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് കൂട്ടായി ഡിസ്കസ് ചെയ്ത് അവരൊക്കെ നമ്മളൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഐഡിയ നടക്കണമെങ്കിൽ നമ്മുടെ കൂടെ അവർ നിൽക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടെ നിന്നു. പൂജ, ശരണ്യ, ഋഷി, പിന്നെ ആരായിരുന്നു, ജാൻമോണി,
ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് അത് നടന്നു പോയത്. അപ്പോൾ അവരെതിർത്തിരുന്നെങ്കിൽ നടക്കില്ല. അപ്പം നമ്മളൊരു ഐഡിയ വെക്കുമ്പോൾ ഐഡിയയുടെ കൂടെ അവർ നിന്നു. ഡെൻ റൂം പൂട്ടുമ്പം അതിൻ്റെ പുറകെ കുറേ പൊട്ടലുകൾ ഇതൊക്കെ നടക്കുന്നു. പിന്നെ നോറേനെയും ജാസ്മിനെയും ജയിലിൽ വിടണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു. ഇന്ന ദിവസം ഇന്ന ആൾക്കാർ ജയിലിൽ പോകണം, എന്നാൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അപ്പം ഗബ്രി ഫ്രീ ആവും. അപ്പം നമുക്ക് ഗബ്രിയോട് കുറച്ച് സംസാരിക്കാം, അത് പൂജ വേണം ചെയ്യാൻ. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. ആ പ്ലാനൊക്കെ കൃത്യമായിട്ട് നടന്നു. പിന്നെ പ്ലാൻ പതറിയത് ലാൽ സാർ വന്നപ്പോഴാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ഷോ കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. ചേട്ടൻ നിന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കാണുമല്ലോ, ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ പോകും. അപ്പൊ ഈ ഒരു അവസ്ഥയില് കളി എങ്ങോട്ടാണ് പോകുന്നത്, ആർക്കായിരിക്കും കപ്പ് കിട്ടാനുള്ള സാധ്യത? അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. ആർക്ക് വേണം കപ്പ് കിട്ടാം, അങ്ങനത്തെ ഒരു പോക്കാണ് ഇപ്പോൾ. എവിടെയെങ്കിലും ഈ കപ്പൽ ഇടിച്ചൊന്ന് നിർത്തിയാൽ മതി എന്നുള്ള മുട്ടിൽ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ എൻ്റെ മോളുടെ ബിസിനസ് ഹെഡ് പറഞ്ഞത് വാക്കിതാണ്, ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം ടു സ്റ്റോപ്പ് ടോക്കിംഗ് ഇൻ ദ പബ്ലിക്, ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് ഷോ, somehow I just need to complete this show. പുള്ളി മലയാളം സംസാരിക്കാറില്ല, മലയാളിയാണെങ്കിൽ ഇംഗ്ലീഷാണ് കൂടുതൽ പറയുന്നത്. ഇംഗ്ലീഷ് അതേ വാക്ക് പറയുന്നത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തോട്ടെ, പ്ലീസ് ആസ്ക് ഹിം ടു നോട്ട് ടു ടോക്ക് ഇൻ പബ്ലിക്. ഐ ബീൻ ഡൂയിങ് 17 seasons ഓഫ് ബിഗ് ബോസ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഫേസിങ് സച്ച് പ്രോബ്ലം. എന്നാണ് അതായത് ഇതിന് മുന്നേ വലിയ ഇതുപോലെ നെറുകേടാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ആരും പുറത്തെ അലമ്പുണ്ടാക്കിയിട്ടില്ല. ഞാൻ മാത്രമാണ് വെളിയിൽ വന്ന് അലമ്പുണ്ടാക്കിയത്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഷോ ഒന്ന് തീർത്തോട്ട്, എങ്ങനെയെങ്കിലും തീർത്തോട്ട്. അപ്പോൾ അവർ ആ മൂഡിലാണ് പോണേ, ഏതെങ്കിലും കപ്പൽ എവിടെയെങ്കിലും ഇടിച്ച് നിൽക്കണം, അപ്പം മുമ്പിൽ കാണുന്നതൊക്കെ ട്രോഫി കൊടുക്കണം, അതായിരിക്കും ഉദ്ദേശം. ഇപ്പം പുറത്തെ ആ സമയത്തൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി ഇവർ രണ്ടിൽ ആർക്കെങ്കിലും ആയിരിക്കും കപ്പ്, അവരുടെ കോംബോയാണ് പുറത്ത് ഹിറ്റായി കൊണ്ട് ഇരിക്കുന്നതെന്നൊക്കെയാണ്. ഹിറ്റോ? അങ്ങനെ ഒരു വാക്ക് തെറ്റാണോ? കോംബോ ഹിറ്റാണോ? ആ ചെക്കൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഹിറ്റാണെങ്കിൽ എങ്ങനെ കേൾക്കുമോ? പ്രശസ്തിയും കുപ്രസിദ്ധിയും ഉണ്ട്. പ്രശസ്തിയും കുപ്രസിദ്ധിയും, ഇത് കുപ്രസിദ്ധിയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ ഗബ്രിയോട് ഇത് പറയുമ്പോഴും ഗബ്രി പറയുന്നത് എനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി. അവൻ എപ്പോഴും പറയും എനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി. എനി പബ്ലിസിറ്റി ഈസ് എ പബ്ലിസിറ്റി. അപ്പോൾ അവർക്ക് എങ്ങനെ പ്രശസ്തരായാലും കുപ്രസിദ്ധരായാലും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. സോ ഹിറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയണത് ഹിറ്റല്ല, അത് അൺഅക്സെപ്റ്റബിൾ അല്ലേ. ഇപ്പം തന്നെ ഇന്ന് ലൈവ് കണ്ടോ? അപ്പം ഇന്ന് എനിക്ക് മറ്റേ വീഡിയോ ക്ലിപ്പ് വന്നപ്പോൾ ഞാൻ കണ്ടതാണ്, ഞാൻ എപ്പിസോഡ് കണ്ടല്ല. അതിനകത്ത് സീൻ മാറി, ഫോട്ടോ ഒക്കെ തൂക്കിയെടുത്ത് കളഞ്ഞില്ലേ, ഫോട്ടോയും മാലയൊക്കെ എടുത്ത് മാറ്റി. ഒരു എന്താ പറയുക, ഒരു സാധനം കൊടുത്തില്ലേ, പാവയോ? പാവ ആരുടെ പാവയാ? എനിക്കറിയില്ല. പറഞ്ഞില്ലേ? ഷോയിൽ പറഞ്ഞില്ല? ഷോയിൽ പറഞ്ഞു, പറഞ്ഞല്ലേ? ഞാനായിട്ട് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രണയത്തെ പറ്റി പറഞ്ഞു, പൊട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ആ പ്രണയത്തെ പറ്റി ഒന്ന് പറയാം. പ്രണയത്തിന് ഞാൻ വിവാഹിതനായിരുന്നു, അതറിയില്ല. എനിക്ക് പിന്നെ ഡിവോഴ്സ് ഇട്ട് കൊടുക്കാം. ഡിവോഴ്സ് ഞങ്ങൾ പിരിഞ്ഞു, നമ്മൾ കോമ്പാറ്റബിൾ അല്ലാത്തതുകൊണ്ട് കുട്ടി പോയി, എന്നെ ഞങ്ങൾ പിരിഞ്ഞു. ഞങ്ങൾ പിരിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കുട്ടിയെ പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് കുറച്ചാൾ പ്രേമിച്ച്, പിന്നെ അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കല്യാണം കഴിച്ച് സുഖമായി ഒറ്റയ്ക്ക് ജീവിക്കണ്ട എന്ന് ഉണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കണ്ട, ലൈക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെ ഉണ്ട്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയില്ലേ, നമ്മൾ ഭയങ്കര കമ്പനിയാണ്. അതായത് ഒരു ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു മിസ്റ്റേക്കിലോ പറ്റിപ്പോയതാണ്. അത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് തിരുത്തി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു. ഞാനാണെങ്കിലും പുള്ളിക്കാരത്തി ആണെങ്കിലും ശ്രമിച്ചു. പക്ഷേ എവിടെ ഒരു കുത്തലുണ്ട്, അത് എന്നെക്കാളും കൂടുതൽ അവക്കാണ് കേട്ടോ. ബിക്കോസ് അവൾ എന്താ പറയുക, ഷീ ഈസ് ഓൾസോ നൈസ് ഹ്യൂമൻ ബീങ്. അപ്പോൾ അവൾക്ക് ആ കുത്തലുണ്ട്. അവൾ പറയുകയാണ്, ചേട്ടാ ഞാനിത് എത്ര തന്നെ നിങ്ങളിത് മറന്നു വിട്ടു എന്ന് പറഞ്ഞാലും എന്നെങ്കിലും ഇത് എനിക്ക് തന്നെ നിങ്ങളുടെ മുഖത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇത് തോന്നാം, ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. അതുകൊണ്ട് അപ്പോഴും ഞാൻ ആലോചിച്ചു, അവൾ പറയുന്നത് ശരിയാണ്. ചിലപ്പോൾ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ തല്ലുകൂടുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒക്കെ ചിലപ്പം അറിയാതെ വായിന്ന് ചാടി കഴിഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അവൾ പറഞ്ഞത് ശരിയാണ്, അത് അങ്ങനെ പോട്ടെ, ആ വഴിക്ക് തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോയി. ഇപ്പം 1-2 വർഷം കഴിഞ്ഞിട്ടാണ് അവൾ കല്യാണം കഴിച്ചത്. അതിന്റെ ഇടയിൽ ചേട്ടന്റെ വൈഫിന്റെ ഒരു വീഡിയോ പുറത്തേക്ക് വന്നു. അവൾ തകർക്കണം. അവൾ ഇനി വീഡിയോ ഇടും, നോക്കിയോ. ഇന്ന് പുതിയ ഇറങ്ങുമെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. ഇന്ന് വെയിറ്റ് ചെയ്യുന്നു. പ്രൊമോട്ട് ചെയ്യുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് പരസ്പരം ഫ്രണ്ട്ലി ആയിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞ് എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞു. അവളുടെ എൻ്റെ എക്സ് വൈഫിന്റെ നമ്മൾ നിയമപരമായി പിരിഞ്ഞിട്ടില്ല. ബട്ട് പുള്ളിക്കാരത്തി കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ്, ബാംഗ്ലൂരിലേക്ക് പോയതാണ്. എന്നോട് പോകണമെന്ന് പറഞ്ഞൊന്നുമില്ല, പോയി. ഒരു ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി. അവൾ പിന്നെ തിരിച്ചു വന്നില്ല. പിന്നെ ഗ്രാജുവലി ഞങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് വീഴുകയും
അങ്ങനെ പോയതാണ്. പിന്നെ പുള്ളിക്കാരത്തിക്ക് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ദേഷ്യമുണ്ട്, എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. ഇത് പ്രണയമായിരുന്നു. എൻ്റെ പ്രണയം വൈഫിനെ പറ്റി. എക്സ് വൈഫ്. എക്സ് വൈഫ്. അത് കഴിഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. പുള്ളിക്കാരത്തി ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയി, പിന്നെ ഗ്രാജുവലി ഫെയ്ഡ് അവേ ആയി. അങ്ങനെ ഫെയ്ഡ് അവേ ആയിട്ട് എന്താ പറയുക, കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഞാനാണ് ഡിവോഴ്സിന് ഫയൽ ചെയ്തത്. ഡിവോഴ്സ് കേസ് നടക്കും, ഞാനാണ് ഫയൽ ചെയ്തത്, ഡിവോഴ്സ് ആവശ്യപ്പെട്ടു. മോനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് ഉറപ്പായിട്ടും. വിഷമം. മോനെ ഞാൻ കണ്ടിരുന്നു 2021 ഏപ്രിലാണ് അവസാനമായിട്ട് കാണുന്നത്. 21 22 ഏപ്രിലാണ് ഞാൻ അവസാനമായിട്ട്. പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല. കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ നടന്നിട്ടില്ല. ഇപ്പോൾ കോടതിയാണെങ്കിലും മകനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓർഡറൊക്കെ ഇട്ടായിരുന്നു, അപ്പോഴും കൊണ്ടുവന്നിട്ടില്ല. ഹെൽത്ത് റീസൺസ് പറഞ്ഞിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം. ഇനി അതാണ് എൻ്റെ ഒരു പരിപാടി. ഇനി ഒരു ലൈഫ് ഉണ്ടായാൽ, പാർട്ട്ണർ ഒരു ലൈഫ് ഉണ്ടായാൽ എന്തൊക്കെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ് മുന്നോട്ട്? എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയാൽ പറ്റിയാൽ മതി, അല്ലാതെ വേറെ കൂടുതലായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. അതെനിക്ക് പണ്ടുമില്ല. എനിക്ക് പ്രത്യേകിച്ച് ലൈഫിൽ ഒത്തിരി പിന്നെ ആഗ്രഹം, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇന്നത് കിട്ടിയാലേ ഞാൻ കഴിക്കൂ, അങ്ങനെയൊന്നുമില്ല. ഇന്ന ബ്രാൻഡിൻ്റെ ഉടുപ്പേ ഇടൂ, അങ്ങനെയൊന്നുമില്ല. ഒരുപാട് കറങ്ങാൻ ഇന്ന സ്ഥലത്ത് പോകണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ നാട്ടിലുള്ള ശംഖുമുഖം കടപ്പുറത്ത് പോയിരുന്ന് താഹിർ ചേച്ചിയുടെ കടയിൽ നിന്നൊരു കട്ടൻ ചായ മേടിച്ച് കുടിക്കുന്നതാണ് എൻ്റെ സന്തോഷം. അതിലപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. നമ്മുടെ കൂട്ടുകാരായിട്ടിരുന്ന് വർത്താനം പറയാം. എൻ്റെ നാട്ടിലെ പള്ളിയുടെ പുറകിൽ പോയിരുന്ന് ബീച്ചാണ്, അവിടെ പോയിരുന്ന് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ അനിയൻ ചെറുക്കന്മാർ, എൻ്റെ ചേട്ടന്മാരുടെ കൂടെ ഇരുന്ന് കുറച്ച് വർത്താനം പറയുക, അവരുടെ കൂടെ വിഴിഞ്ഞത്ത് പോയി മീൻ കഴിക്കുക, ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. അല്ല കൂടുതലായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് സിനിമ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, ആഗ്രഹത്തിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു യാത്ര പോയ കാര്യത്തിൽ ചേസിങ് യുവർ ഡ്രീംസ് എന്ന് പറയുന്നത്. വർക്ക്സ് ഒത്തിരി ചെന്നൈയിലാണെങ്കിലും നമ്മൾ വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ഒരു പ്രോസസ്സ്, ഒരു സിനിമയുടെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ചെന്നൈ. കാര്യങ്ങളൊക്കെ ഒന്നും ആയിട്ടില്ല, തെളിഞ്ഞ് വരുന്നു, നോക്കാം. ആ കൂട്ടത്തിൽ തന്നെ വേറൊരു വ്യക്തിനെ കൂടി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാസ്മിന്റെ ഫാമിലിനെ. ആ ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം പല തരത്തിലുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ അവരുടെ ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ പോയി എന്നുള്ള രീതിയിലുള്ള ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ജാസ്മിന്റെ ബാപ്പയായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എങ്ങനെയായിരുന്നു അങ്ങനെ? എയർപോർട്ടിൽ വെച്ച് വളരെ യാദൃശ്ചികമായി കണ്ടുപിട്ടിയതാണ്. ഞാൻ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത്, ചെന്നൈ എയർപോർട്ടിൽ ഞാൻ തിരിച്ചു വരാൻ നിന്ന സമയത്ത് ഇദ്ദേഹം എന്നെ പാസ് ചെയ്ത് പോയി. ഞാനൊന്ന് കൺഫേം ചെയ്തത് പുള്ളി തന്നെയാണോ? അതെ ആണ്. അപ്പോൾ ഞാൻ പുറകെ പോയി. പുള്ളീൻ്റെ അടുത്ത് ഞാൻ ഒരു സ്മോക്കിംഗ് റൂമാണ് അവിടെ വെച്ച് പുള്ളിനെ ഞാൻ പോയി കണ്ട്. പുള്ളി സിഗരറ്റ് വലിക്കായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച്, നെഞ്ച് വയ്യാത്ത ആളിങ്ങനെ സിഗരറ്റ് വലിക്കാവോ എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പുള്ളി പറഞ്ഞു, ടെൻഷനാണ് മോനെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പുള്ളിയെ കണ്ടു. ഞാൻ പറഞ്ഞു, എന്നോട് ദേഷ്യം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല മോൻ. പുള്ളി പറഞ്ഞത് ഗെയിം, നീ ചെയ്തത് ഗെയിമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, ജാസ്മിൻ്റെ ഗെയിമിനെ വിമർശിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് കേട്ടോ. പുള്ളി ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാളാണ്. ഗെയിമിനെ വിമർശിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. വാട്ട് യു ആർ ഡൂയിങ് ഇസ് റൈറ്റ്. പക്ഷെ എൻ്റെ മോളെ എന്താ നീ തേച്ചൊട്ടിക്കരുത് അങ്ങനെ പറഞ്ഞു പുള്ളി. അതെൻ്റെ അച്ഛനാണ് ഞാൻ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. വാലിഡാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു, അങ്ങനൊന്നുമില്ല സിബിൻ, അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്, ഗെയിമിനകത്ത് സിബിൻ. എൻ്റെ മോൾക്കും അതറിയാം. അവൾ ഗെയിമിനകത്താണത്, ഗെയിമിൻ്റെ പുറത്ത് വന്ന് അവളത് ക്യാരി ചെയ്യാൻ പോകണില്ല എന്നൊക്കെ എനിക്കറിയാം. ഞാൻ ലൈവ് കണ്ടിരുന്നു സിബിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ജാസ്മിൻ പുറത്ത് വരാതെ പുള്ളിക്കാരത്തെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് പറഞ്ഞതും അങ്ങനെ സംസാരിച്ച് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ജാസ്മിൻ്റെ ഉമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ പരിചയപ്പെടുത്തിയിരുന്നു. ഉമ്മ എന്നോട് പറഞ്ഞത്, മോൻ വിഷമിക്കരുതെന്നാണ് പറഞ്ഞത്. നീ നന്നായി ഗെയിം കളിച്ച് നീ വിഷമിക്കരുത്. ഈ വെളി വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, ഈ PR ആരൊക്കെ പറയും, അത് നീ അത് കാര്യമാക്കരുത്, വിട്ടുകളാന്ന് പറഞ്ഞിട്ട് വളരെ ഇറ്റ് വാസ് നോട്ട് എ പ്ലാൻഡ് പരിപാടി. വളരെ യാദൃശികമായി സംഭവിച്ചു. ഞാൻ അവരോട് അങ്ങോട്ട് പോയി സംസാരിച്ചു. അങ്ങനെയാണ് ആ ഫോട്ടോ ഇട്ടത്. ഞാൻ ചോദിച്ചു, അനുവാദം ചോദിച്ചു, ഞാൻ ഈ ഫോട്ടോ ഒന്ന് ഇട്ടോട്ടെ, കാര്യം ഈ പറഞ്ഞ ആളുടെ പേര് പറഞ്ഞിട്ട് എന്നെ ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ ഇടുമ്പോൾ അവരോട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു. ഞാൻ ആ മെസ്സേജ് ഒരു സ്ക്രീൻഷോട്ടാണ്. അതിനകത്ത് കൃത്യം പറഞ്ഞ്, നീ പുനലൂർ പോയി അന്വേഷിക്കടാ, ജാസ്മിൻ്റെ അപ്പൻ നിന്നെ ഇടിക്കാതെ വിട്ടെന്ന് കരുതണ്ട. നിൻ്റെ ഈ ഫോട്ടോസിൽ കാണുന്നവരെ, അതായത് എൻ്റെ അനിയൻ്റെ ഒരു കല്യാണ ഫോട്ടോയുടെ താഴെയാണ് വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ട്, കാണുന്നവരെ ജാസ്മിനും ഫാമിലിയും ചവിട്ടിക്കൂട്ടും എന്ന് പറഞ്ഞിട്ട്, അതായത് പുള്ളി എന്നെ തല്ലും എന്നാണ് ഒരു ആഹ്വാദം. ജാസ്മിൻ്റെ അച്ഛൻ എന്നെ കണ്ടാൽ ഇടിക്കും എന്ന് പറഞ്ഞ ഒരു PR-ൻ്റെ ഒരു കമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്. അപ്പോൾ അവനുള്ള മറുപടിയാണ്, ആ PR-നുള്ള മറുപടിയാണ്, അത് ഇട്ടവനുള്ള മറുപടിയാണ്. ഞാൻ ജാസ്മിൻ്റെ അച്ഛനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തു. നീ പുള്ളിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ടുണ്ടാടാ ചെറുക, നീ കണ്ടിട്ടുണ്ടാടാ ജാഫർക്കേന.
അല്ല ഇപ്പം ജാഫർക്കാണ് താരം, ഇന്ന് ഷോയ്ക്കുള്ളിൽ പോയി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന പുള്ളിനായിരുന്നു ബിഗ് ബോസ് വിടേണ്ടത്. ഞാൻ സംസാരത്തിന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പുള്ളി എന്നെ ജാസ്മിനെ കയറി കയറ്റും. ഹീസ് എ നൈസ് ഗൈ, ഹീസ് എ വെരി, ഞാൻ പറയുന്നത് ഹീസ് കണ്ണിങ്, ഹീസ് ബിഗ് ബോസ് മെറ്റീരിയൽ. റിയൽ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ജാസ്മിൻ്റെ ഫാദർ. നൈസ് ടോക്കിംഗ് ടു ഹിം. ഉമ്മ പാവട്ടോ. ജാസ്മിൻ്റെ ഉമ്മയും രണ്ട് എക്സ്ട്രീം ആൾക്കാരാണ്, നോർത്ത് പോളും സൗത്ത് പോളും. ഉമ്മ ഭയങ്കര പാവമാണ്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാതെ. ചെറുതായിട്ടൊക്കെ പറ്റി സംസാരിച്ച സമയത്ത് സിബിനേട്ടനെ എന്തിട്ടാലും, ഇപ്പൊ എന്ത് സാധനം എവിടെ ഇട്ടാലും സൈബർ ബുള്ളിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈബർ ബുള്ളിങ്ങിനെ പറ്റി എന്താ പറയാനായിട്ട്? ഒന്നും പറയാനില്ല. അവന്മാർക്കൊന്നും വേറെ ഒരു പണിയില്ല. നിങ്ങൾ ആദ്യമൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഓക്കെയാണ്. നീയൊക്കെ പറഞ്ഞു എനിക്ക് വരും, നിനക്കൊക്കെ ഒരു ജോലി ഇല്ലല്ലോ, നീ കിട്ടോ. പിന്നെ അവന്മാരുടെ ഫ്രസ്ട്രേഷനൊക്കെ തീരുമല്ലോ. അവന്മാർക്ക് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റാത്ത, ഒന്നും നേടാൻ പറ്റാത്തത്, ആരും ഇല്ലാതാവുന്ന അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനാണ്. നീയൊക്കെ ചെയ്തോ, കുഴപ്പമില്ല, ചെയ്തിട്ട് പോട്ട്, ഒരു പ്രശ്നമില്ല. ഇപ്പം ഈ വീഡിയോയുടെ അടിയിലും വരും, നോക്കൂ, കാത്തിരുന്നു. അതിൻ്റെ അടിയിലും ഇതിൻ്റെ ലിങ്ക് നേരെ PR-ൻ്റെ ഗ്രൂപ്പിൽ പോകുന്നു, അവിടെ നിന്ന് എനിക്കുള്ള സൈബർ ബുള്ളിങ്. ഇപ്പം അഖിലേട്ടൻ പറഞ്ഞില്ലേ, നമ്മൾ സംസാരിച്ച അഖിലേട്ടൻ പറഞ്ഞു എൻ്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റ് ഭ്രാന്ത്, ഇവർക്ക് എന്ത് കിട്ടും, സാമൂഹ്യ ഒന്നുമില്ല അഖിലേട്ടാ, ഇവർക്കൊന്നും അതൊന്നും ഒരു വിഷയമുള്ള, അതെല്ലാം ഫേക്ക് അക്കൗണ്ടാണ്. ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഒരാൾ അങ്ങനെ സംസാരിക്കാൻ ധൈര്യം കാണിക്കില്ല, മനുഷ്യത്വം കാണിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും കുറച്ചധികം നമ്മൾ സംസാരിച്ചു പോയി. ഇനി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? എനിക്കെന്താ പറയാൻ? ഒന്നുമില്ല സിമി, സന്തോഷം, സ്നേഹം. സിമി ഇറങ്ങിയ സമയം തൊട്ട് സിമീനെ കാണാൻ സംസാരിക്കണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കുറച്ച് വൈകിപ്പോയി. ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കണം എന്നുള്ള ഒരു കാര്യം മുന്നിലല്ലാതെ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഇത്രയും സമയം എൻ്റെ കൂടെ ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ചാനലിൽ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് എൻ്റെ ഇന്റർവ്യൂ ആണ്. അപ്പോൾ വിജയിപ്പിക്കാൻ ഓൾ ദി ബെസ്റ്റ് സിമി. ഈ ഒറിജിനൽ സിമിയുടെ എന്താ പടവുകൾ ഉയർന്നു പോകട്ടെ. ഓൾ ദി ബെസ്റ്റ്. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്.